നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാർ ആ വാശിക്ക് മറ്റൊരുത്തെ കെട്ടുകയും ചെയ്തു. എന്നിട്ട് ആദ്യ ഭാര്യയെ ലവന്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. തള്ളാതെ കാര്യം പറയട്ടെ. ഞാൻ തെളിവ് സഹിതാ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തോ തെളിവ് നോക്ക്. സാവിത്രി എന്നെ തല്ലാനും തല്ലിക്കൊല്ലാനും ഒക്കെ ഒരുങ്ങിയതല്ലയോ? അതുകൊണ്ട് ഞാൻ എടുത്ത ഈ വീഡിയോ ഞാൻ ആദ്യം ഞങ്ങളുടെ കോളനിയിലുള്ള എല്ലാവർക്കും പിന്നെ പരിചയമുള്ള നാട്ടുകാർക്കും അയച്ചു കൊടുക്കട്ടെ. പണ്ട് ഇവിടത്തെ ഒരു ഉരുളി മോഷ്ടിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലി. അതെല്ലാം വെച്ച് ഞാനൊരു കണക്ക് തീർക്കട്ടെ. എന്താ മൈ, എന്താ മുത്തശ്ശി പ്രശ്നം? ആ ഇതല്ലേ കാർത്തിക് സാറിന്റെ 2 ഭാര്യമാരിൽ ഒരാള്? അല്ല, കാർത്തിക് സാറിന് 1008 ഭാര്യമാരുണ്ട്. അതിലൊരാളാ ഞാൻ. എന്നാ നീ ഇതും കൂടി ഒന്ന് കാണ്. എന്റെ ഫോണിങ് തന്നെ. എന്റെ ഭർത്താവിന്റെ വീഡിയോ അല്ലേ, ഒന്നുകൂടെ കാണട്ടെ. നല്ല സിനിമ പോലെയുണ്ട്. ചെന്ന നാട്ടുകാരെ മുഴുവനും കാണും. മുഴുവൻ പേരും കാണണം, എന്നാലേ എനിക്കൊരു സുഖമുള്ളൂ. എന്താ നോക്കുന്നേ? ആ വീഡിയോ അതിനി കാണില്ല, ഞാനത് ഡിലീറ്റ് ചെയ്തു. ഇവിടെ കിടന്ന് തൊള്ള തുറന്നാലേ ആദ്യം ഞാൻ അടിക്കും നിങ്ങളുടെ മുഖത്തിനിട്ട്. പിന്നെ എന്റെ അമ്മായിയമ്മ നിങ്ങളുടെ പല്ല് കൊഴിക്കും. ACPയുടെ ഭാര്യയും അമ്മയും അറ്റാക്ക് ചെയ്തെന്നുള്ള പേരില് നിങ്ങൾ അകത്താകുകയും ചെയ്യും. അതുകൊണ്ട് വേഗം വിട്ടോ. പോടി. എന്റെ മരുമകൾക്ക് ഒരു കൺഗ്രാറ്റ്സ് കൊടുത്താലോ? അല്ലെങ്കിൽ വേണ്ട, അവള് തലേ കയറും. മൈഥിലി, മൈഥിലി, മൈഥിലി. എന്താടാ? എന്തായാലും അവളൊരു മനുഷ്യ സ്ത്രീയല്ലേ, അവളോട് അല്പം ദയ കാട്ടാമായിരുന്നു. ആരുടെ കാര്യ നീ പറയുന്നത്? ആ മൈഥിലിക്ക് മാറാനൊരു ഡ്രസ്സില്ല. ഒരു ഡ്രസ്സ് കൊടുത്തൂടെ എന്നാ ഞാൻ ചോദിച്ചത്. ഓ, മൈഥിലി ദേവി, അയോധ്യയിലെ രാമൻ വേലി കഴിച്ചുകൊണ്ട് വന്ന പുണ്യവതി. കല്യാണം കഴിച്ചോണ്ട് വന്ന അന്ന് മുതല് താലി കെട്ടിയവനെ തേക്കുകയും പെറ്റിട്ട കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി ഇവളാണോ മനുഷ്യ സ്ത്രീ?
നാണോ ഇല്ലടാ നിനക്ക്? ദയ കാട്ടണം പോലും. നന്ദിനി അടുത്ത് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നിങ്ങക്ക് ചോദിച്ചൂടെ? നിങ്ങളല്ലേ ഇവനെ വളർത്തിയത്? അവൻ സ്വയം നാണക്കേട് വിളിച്ചു വരുത്തല്ലേ സാവിത്രി? അത് അവൻ തന്നെ മനസ്സിലാക്കണ്ടേ? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനല്ലേ അവൻ. നിനക്കെന്താടി ഒന്നും പറയാനില്ലേ? നിന്റെ ഭർത്താവാ ദേ കണ്ട പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയുടെ അനുവാദത്തോടെ അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതും അങ്ങനെ തന്നെയാ. ദാ മൈഥിലി, ദാ വാങ്ങിക്ക. നീ ഇതൊന്നും കാര്യമാക്കണ്ട. ഇവിടെ പലരും മനുഷ്യത്വം ഇല്ലാത്തവരാ. അതേടാ, ഞങ്ങൾ എല്ലാവരും മനുഷ്യത്വം ഇല്ലാത്തവരാ. അതുകൊണ്ടാണല്ലോ ഇവിടെ ചവിട്ടി പുറത്താക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇവളെ നിന്നെയും നിന്റെ കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയപ്പോ നീ കാട്ടിക്കൂട്ടിയ ഭ്രാന്ത് കണ്ട് വിഷമിച്ച് നിന്നവരാ ഞങ്ങൾ. നിന്റെ ഭ്രാന്തിന് ഇരയായവളാ എന്റെ ഈ മകള്. നിന്റെ മനസ്സിന് ധൈര്യം തന്ന് നിന്നെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോ നീതാ പിന്നെ പോയി അവളെയും കൂട്ടി വന്നിരിക്കുന്നു. പോയ പോക്കിലും ഇവള് മീനാക്ഷിക്കിട്ട് പാര വെച്ചിട്ടാ പോയത്. ഞാനും വൈശാഖ് ഒളിച്ചോടാനുള്ള കാരണക്കാരി മീനാക്ഷിയാണത്രേ. ഓ, നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? വിഷം കഴിച്ചാലൊന്നും ഇവള് ചാവത്തില്ല. കാരണം ഇവളെ ഒരു വിഷമാ. ഇവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഞാൻ എല്ലാരോടും തുറന്നു പറഞ്ഞത്. ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എനിക്ക് ഇവളോടുള്ളത് സിമ്പതി മാത്രമാ. സിമ്പതി. മറ്റുള്ളവരോട് സിമ്പതി ഉണ്ടെങ്കിലേ നീ വല്ല അനാഥാലയത്തിന് പോയി സഹായം ചെയ്യടാ. ഇങ്ങനെയുള്ള ജന്മങ്ങളെ സഹായിക്കുന്ന എന്തിനാ? എന്റെ മോനെ നാട്ടുകാര് കളിയാക്കും, അവര് അപവാദം പറയും. ഇപ്പൊ തന്നെ കാട്ടുതീ പോലെ ഈ വാർത്ത പരന്നു കഴിഞ്ഞു. നീ ഇവളെ എടുത്തോണ്ട് ഓടുന്ന വീഡിയോമായിട്ട് ഒരു പെണ്ണുമ്പിള്ള ഇവിടെ വന്നിരുന്നു. മീനാക്ഷിയുടെ അതിബുദ്ധി കാരണം എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇവളാ വീഡിയോ തന്ത്രപൂർവ്വം ഡിലീറ്റ് ചെയ്തു. നാട്ടുകാരെന്തും പറഞ്ഞോട്ടെ, എനിക്കൊരു റൈറ്റ് ഉണ്ട്. ഞാൻ അതനുസരിച്ച് ജീവിച്ചാ പോരെ. മൈഥിലി പോയി വേഷം മാറിയിട്ട് ആഹാരം വല്ലതും കഴിക്കാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.